ബർക്കയിൽ വാഹനാപകടം. മലയാളി കുടുംബത്തിൽ 2 മരണം, ഒരാളെ കാണാതായി. കനത്ത മഴയിൽ ഒമാൻ തകർന്നു, ഒഴുക്കിൽ മരണം നിരവധി. മവാലിഹിൽ വീടുകളിൽ കുടുങ്ങിയ 20 പേരെ രക്ഷപ്പെടുത്തി. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. ഒമാനിലെ ബർക്കയിൽ മലയാളി കുടുംബങ്ങൾ സഞ്ചരിച്ച വാഹനം വാദിയിലെ കുത്തൊഴുക്കിൽപ്പെട്ട് 2 പേർ മരിച്ചു. ഒരാളെ ഇപ്പോഴും കാണാനില്ല. പാലക്കാട് തൃത്താല സ്വദേശിയായ ലുബിഷാദിന്റെയും സുഹൃത്ത് യൂസഫിന്റെയും കുടുംബങ്ങൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ലുബിഷാദിന്റെ ഭാര്യ ഷാമിലയും യൂസഫും മരണപ്പെട്ടു. യൂസഫിന്റെ മാതാവ് റംലത്തിനായി തിരച്ചിൽ തുടരുകയാണ്. അപകടത്തിൽപ്പെട്ട വാഹനം സംഭവ സ്ഥലത്ത് നിന്ന് 2 കിലോമീറ്റർ അകലെയായി കണ്ടെത്തി. ലുബിഷാദും മക്കളും ഉൾപ്പെടെ 6 പേർ രക്ഷപ്പെട്ടു. ബർക്ക സർക്കാർ ആശുപത്രി മോർച്ചറിയിൽ മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുകയാണ്. കനത്ത ഇടിമിന്നലോട് കൂടിയ മഴ ഒമാനിലെ വിവിധ ഗവർണറേറ്റുകളിൽ തുടരുന്നു. വെള്ളക്കെട്ട് ഉയർന്ന് പലയിടങ്ങളിലും നാശനഷ്ടങ്ങളും മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു. തെക്കൻ ബാത്തിനയിലെ വാദി മആവിലിൽ ഒഴുക്കിൽപ്പെട്ട് നിരവധി അപകടങ്ങൾ ഉണ്ടായതായി സിവിൽ ഡിഫൻസ് അറിയിച്ചു. മസ്കത്ത്, സീബ്, ബൌഷിർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ റോഡുകൾ വെള്ളത്തിനടിയിലായി. വാദികളിൽ പെട്ടെന്ന് ജലനിരപ്പ് ഉയർന്നതോടെ നിരവധി വാഹനങ്ങൾ കുടുങ്ങുകയും ചിലത് ഒഴുകിപ്പോകുകയും ചെയ്തു. അടുത്ത മണിക്കൂറുകളിലും ശക്തമായ മഴ തുടരുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. സീബ് വിലായത്തിലെ മവാലിഹിൽ കനത്ത മഴയെ തുടർന്ന് വീടുകളിൽ കുടുങ്ങിയ സ്ത്രീകളെയും കുട്ടികളും അടക്കം 20 പേരെ രക്ഷപ്പെടുത്തി. വെള്ളക്കെട്ട് ഉയർന്നതോടെ പുറത്തേക്ക് പോകാൻ കഴിയാതെ ഇവർ കുടുങ്ങിയിരുന്നു. എല്ലാവരും സുരക്ഷിതരാണെന്ന് അധികൃതർ അറിയിച്ചു. ഇതിനിടെ വെള്ളക്കെട്ടിൽപ്പെട്ട വാഹനത്തിൽ കുടുങ്ങിയ ഒരാളെയും രക്ഷാപ്രവർത്തകർ ബോട്ടിൽ എത്തിയാണ് സുരക്ഷിതനാക്കിയത്. രാജ്യത്ത് വീണ്ടും ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ള സാഹചര്യത്തിൽ ദേശീയ എമർജൻസി മാനേജ്മെന്റ് സെന്റർ പ്രവർത്തന സജ്ജമാക്കി. വിവിധ ഗവർണറേറ്റുകളിൽ അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം ശക്തമാക്കി. വാദികളിലൂടെ യാത്ര ചെയ്യരുതെന്നും അപകട സാധ്യതയുള്ള പ്രദേശങ്ങൾ ഒഴിവാക്കണമെന്നും അധികൃതർ പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. ഔദ്യോഗിക നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും അഭ്യർത്ഥിച്ചു. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.